പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് വർക്കല ഹെലിപ്പാഡിലാണ്. ഹെലിപ്പാഡിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. താഴെ കാണുന്നത് നമ്മളെ വർക്കല ബീച്ചാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഹെലിപ്പാഡിൻ്റെ മുകളിലായിട്ടാണ്. ആ കാണുന്നതിന് ബീച്ച്. ഹെലിപ്പാഡിന് ചേർന്നുള്ള റെസ്റ്റോറൻറ്റുള്ള കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ പലതരം ഐറ്റംസുള്ള ഫുഡ്, നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഫുഡ് കിട്ടും. ഈ കാണുന്നൊരു ആയുർവേദ റിസോർട്ടാണ്. ആയുർവേദ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ആയുർവേദ ഹോം, ആയുർവേദ മസാജ്, പഞ്ചകർമ്മ, തണൽ. പിന്നെ നിറയെ ഈ തുണിത്തരങ്ങൾ നമുക്ക് ഈ പറയുന്ന കണക്കിൽ നല്ല നല്ല വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബെർമുഡ, ലേഡീസിൻ്റെത്, ജെൻസിൻ്റെ തൊപ്പി, അങ്ങനെയുള്ള ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. ചെരുപ്പ് ഐറ്റംസ്, മൂന്നിന് കിട്ടും. ഇത് ഇതിൻ്റെത് നല്ല ഐറ്റം ലെതർ ബാഗ് ഉണ്ട്. നല്ല ലെതറിൻ്റെ ലേഡീസിൻ്റെ കയ്യിലിടുന്ന ചെയിൻ ഐറ്റംസ്. ഹിൽ വ്യൂ ബീച്ച് റിസോർട്ട് റൂംസ്. ഇപ്പോൾ താഴെ വർക്കല ബീച്ചിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്കല ബീച്ച്, പാപനാശം ബീച്ച്. അപ്പോൾ ബീച്ചിൽ ഫുൾ ടൈം ലൈഫ് ഗാർഡിൻ്റെ സേവനം നമുക്ക് എപ്പോഴും കിട്ടും. 2 ലൈഫ് ഗാർഡ് ഇരിപ്പുണ്ട്. ലൈഫ് ഗാർഡല്ലേ? പേരെന്തിനാണ് ഏട്ടാ?
സൈനുദ്ദീൻ. ചേട്ടൻ്റെ പേര് പ്രവീൺ. എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല തിരക്കാണ്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ സീസൺ ടൈമാണ്. ഭയങ്കര തിരക്കാണ്. വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. പിന്നെ ഈ അപകടങ്ങൾ എന്തെങ്കിലും? അപകടങ്ങള് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. മറ്റേ നമ്മളെ ഈ ഇവിടെ നിന്നുള്ള നമ്മളെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്തായാലും ഇവിടെ സ്ഥിരം കാണും. നാട്ടുകാരെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ കൂടെ വയ്ക്കുന്ന പയ്യന്മാരുണ്ട്. അവരൊക്കെ സഹായിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി? നമ്മള് 12 മണിക്കൂർ. 12. അത് കഴിയുമ്പോൾ ഷിഫ്റ്റ് മാറാൻ വേറെ ആൾ വരും? ഇല്ല, ഉണ്ട്. നമുക്ക് 7 മണി തൊട്ട് 7 മണി വരെ ഡ്യൂട്ടി. അപ്പൊ നൈറ്റ് ഇവിടെ ആരും ഇറക്കത്തില്ല. കാരണം നമ്മള് സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ എല്ലാം മേളിൽ കയറ്റി പോകും. അത് പിന്നെ വെള്ളത്തിൽ പിന്നെ സൺസെറ്റ് കഴിഞ്ഞാൽ ആരെയും വെള്ളത്തിൽ ഇറക്കത്തില്ല. ഇപ്പൊ എങ്ങനെ കടല് കോപമാണോ? അത് ഇപ്പം കടല് മറ്റേ നമ്മളെ തമിഴ്നാട് ചെന്നൈയിലുള്ള ആ സൈക്ലോൺ ഇതുകൊണ്ട് ഇവിടെയും അതിന്റെ അഭാവം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒഴുക്കും കാര്യങ്ങളും കൂടുതലുള്ളതുകൊണ്ട് എന്നാലും ഇറങ്ങുന്നുണ്ട്, ഗസ്റ്റുകളുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്ത് വർക്കല ബീച്ചിലെ ലൈഫ് ഗാർഡിനെയാണ്. ബീച്ചിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ വെള്ളമുണ്ട്. വെള്ളമെന്ന് പറയുന്നത് വെച്ചാൽ പുരാതനമായിട്ട് വരുന്ന വെള്ളമാണിത്. ഈ വെള്ളം 2 ഓവുണ്ട്. ഈ ഓവിൻ്റെ വെള്ളം ഈ മലയുടെ അടിയിൽ നിന്ന് ഇവിടെ നിന്നാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഈ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ 2 ഓവാണ് ഇവിടെ ഉള്ളത്. ഒരു ഓവ് അത്, ഒരു ഓവ് ഇത്. പിന്നെ ബീച്ചിൽ കുളിച്ചിട്ട് വരുന്നവർ ഈ ഓവിൽ വന്ന് ഫ്രഷ് ആവുന്ന ഒരു രീതിയുണ്ട് ഇവിടെ. പിന്നെ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ സായിപ്പും അവർ മറ്റുള്ളവരൊക്കെ വന്ന് കുളിച്ച് അവർ വൃത്തിയാവുന്ന ഒരു രീതി ഇവിടെ കാണാറുണ്ട്. Yes. This is a documentary. I don't like it. Life after 50. Life after 50. ഹെലിപ്പേഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാഗ്രതാ ബോർഡ് എന്ന് പറയുന്ന ബോർഡ് ഇവിടെയുണ്ട്. അതിനോട് തൊട്ട് ചേർന്നാണ് ഈ കാണുന്ന ബാൽക്കണി. ഈ ബാൽക്കണി അപകട മേഖലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. അകത്തോട്ട് ആരും കയറാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബോർഡ് കണ്ട അപകട മേഖല. അത് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ കൊച്ചുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊച്ചുങ്ങളൊക്കെ കൈവിട്ടളയരുത്. കൈവിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആ തിട്ട ഇടിഞ്ഞ് താഴോട്ട് ഒരുപാട് ദേശികൾ താഴെ പോയി അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അവർ ആ മേഖല എഴുതി വെച്ചേക്കുന്നത്. ഗസ്റ്റ് ഹൗസ് വർക്കല.
ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. എന്തായാലും അകത്തോട്ട് ഇപ്പം നമ്മൾ കയറുന്നില്ല. ആ കാണുന്ന വർക്കല ക്ഷേത്രക്കുളം, ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് ആ കാണുന്നത്. മുകളിലായിട്ട് ജനാർദ്ദന സ്വാമി ക്ഷേത്രവും താഴെയും 1-2 അമ്പലങ്ങളുണ്ട്. ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്, ഒരു അയ്യപ്പ ക്ഷേത്രമെല്ലാം. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ റോഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആ കാണുന്ന ജനാർദ്ദന സ്വാമി ക്ഷേത്രവും വർക്കല പാവനാശം ബീച്ചിലോട്ടുള്ള റോഡാണ് ഈ വരുന്നത്. ഇടവ വഴിയുള്ള റോഡും ആ കാണുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ വരുന്ന റോഡും ഈ കാണുന്ന ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇപ്പം നമ്മൾ കണ്ടത് അമ്പലക്കുളവും ഫ്രണ്ടിലായിട്ട് കാണുന്ന ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്നതാണ് അമ്പലം. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ ത്രൂ പാവനാശത്തോട്ട് പോയിക്കഴിഞ്ഞു. പാവനാശത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമായിട്ട് കുറച്ച് കച്ചവട സ്ഥാപനങ്ങളും കടകളും ഹോട്ടൽസും. ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ. നല്ല അടിപൊളി തൊപ്പി വിൽക്കുന്ന കടകളൊക്കെ കാണാം. അടിപൊളി തൊപ്പിയാണ് വിൽക്കുന്നത്. തൊപ്പിക്ക് എത്ര രൂപ ഇത്? 150 ആ റേഞ്ച്. കച്ചവടമൊക്കെ ഉണ്ടോ? സീസണല്ലേ ഇപ്പോഴും? പെർഫ്യൂമൊക്കെ നല്ല കച്ചവടം ഉണ്ടോ അവന്? കുഴപ്പമില്ല. ഇത് പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. രണ്ട് മീറ്റർ കാണും.
ഇതൊക്കെ നിരവധി ഇതേപോലുള്ള കൊച്ചു കൊച്ചു തുണിക്കടകളും മറ്റുള്ള ഫാൻസി കടകളുമാണ്, ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും. ഈ കാണുന്നതൊക്കെ ബലിതർപ്പണത്തിൻ്റെയാണ്. അതായത് പാപനാശം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ വാവുബലി, അന്ന് ബലിതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരികയും ബലിതർപ്പണം നടത്തുന്ന സ്ഥലമാണ് ഈ പാപനാശം. ഇതാ ഇവിടെ നമുക്ക് ബലിയിടുന്ന ആൾക്കാരെ കാണാം. പിന്നെ മാസവാവ് കുളിച്ച് ബലിയിടാനും പാപനാശത്തെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ വന്ന് ബലിയിട്ടതിന് ശേഷം അവിടെ ഒരു ഓവ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഓവ് പോയി കുളിച്ചിട്ട് വേണം ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാൻ. ബലിയിട്ടതിന് ശേഷം കുളിച്ച് വേണം ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ തൊഴുവാനും. പിന്നെ അവിടെ പോയി തിലോഹനം സാധാരണ ആൾക്കാർ നടത്തുന്നത്. ഇതാ ഇവിടെ ഒരു തീമ്പാവ് ബലിയിടുന്നത് നമുക്ക് കാണാം. വാവിന് മാത്രമല്ല, മാസബലിക്ക് മാത്രമല്ല, നിത്യവും ഇവിടെ ബലിതർപ്പണത്തിന് ജനങ്ങൾ വരാറുണ്ട് പാവനാശത്ത്. ഇവിടെ ഒരു കുതിര സവാരി നമുക്ക് കാണാം. കൊച്ചുങ്ങളെ കുതിരയുടെ പുറത്തോ കയറ്റി ഇരുത്തുകയാണ്. എന്തിനാവുമെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് നോക്കാം. കുതിര ഇപ്പോൾ ഓടൂ? ഓടത്തില്ല. അതെ, ലൈഫ് ആഫ്റ്റർ 50. നല്ല നിറച്ച് നല്ല തിരക്കാണിന്ന്. ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് വരാനുള്ള കാരണം. കടലിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ലൈഫ് ഗാർഡ് ഉണ്ടാകും, പിന്നെ വലിയ വിഷയമില്ല. ആയിരിക്കുന്ന ലൈഫ് ഗാർഡാണ് ഇവിടെ ഇരിക്കുന്ന ലൈഫ് ഗാർഡാണ്. ഇത് ലൈഫ് ഗാർഡാണ്. ലൈഫ് ഗാർഡല്ലേ? അപ്പോൾ ലൈഫ് ഗാർഡ് ഫുൾ ടൈം ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നിന്ന് അങ്ങ് വരെ ജനങ്ങളെല്ലാം കടലിൽ, അങ്ങ് ദൂരെ കാണാം. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കടലിൽ അടിച്ച് പൊളിക്കുക വൈകിട്ട്. കൊച്ചിനെ സെൽഫി എടുക്കാനുള്ള കാര്യം. ആ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത് ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഹാളാണ് ആ കാണുന്നത്. അവിടെ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് വേണം അവിടെ പോയി ബലിതർപ്പണം ചെയ്യാനുള്ളത്. ഇവിടെ അല്ല, സാധാരണ ഈ കാണുന്ന മൊത്തം മേഖലകളിലും വാവുവിന്, അതായത് കർക്കിടക മാസത്തിൽ വാവുബലിക്ക് ഫുൾ തിരക്കാണ്. ഫുൾ തിരക്കെന്ന് പറഞ്ഞാൽ ജനസാന്ദ്രതയാണ്. നമുക്കിവിടെ പെട്ടെന്നൊന്നും വന്നെത്താൻ പറ്റത്തില്ല. വണ്ടിയൊക്കെ ദൂരിട്ട് നടന്നു വേണം വരാനുള്ളത്. പിന്നെ മാസബലിക്ക് നേരത്തെ നോക്കിയാൽ മാസബലിക്ക് ഭയങ്കര തിരക്കാണ്. ആ കൊച്ചിനെ കുതിരയെ കയറ്റി അവൻ പൈസ വാങ്ങിച്ചിട്ട് നടത്തിക്കുന്നു ഓടാതെ. കണ്ട, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചുങ്ങൾക്ക് ഒരു ടൈം പാസിനുള്ള ചെറിയ കുതിര സവാരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ബീച്ചിൽ തന്നെ ഉണ്ട്. സ്പീഡ് ബോട്ട് നമുക്ക് കാണാം. അത് കരയിലൊക്കെയാണ്. ഇത്രയും നേരം കടലിൽ കിടന്ന് കളിക്കായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് അതിന് മുകളിലോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് പോലൊന്നും കൊണ്ടുപോകും. അതായത് നമുക്ക് ആകാശത്തൊരു കാഴ്ചയാണ്. അടുത്തതോ കൊടുവോ
നല്ല തിരക്കാട്ടെ, നല്ല തിരക്കാണ്. തിങ്കളാഴ്ച ആയിട്ട് കൂടിയും ഭയങ്കര തിരക്കാണ്. വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു പറഞ്ഞ് ഞായറാഴ്ച ഇതിനെക്കാട്ടി ഭയങ്കര ആളെന്നാണ് പറയുന്നത്. അതിപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും കൂടെ ഒക്കെ ഒരുമിച്ച് വരില്ല, അതിൻ്റെ തിരക്കായി ഇവിടെ കാണുന്നത്. MG സ്കൈ അഡ്വഞ്ചേഴ്സ് ഈ ഗ്രൂപ്പാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവർ സ്പീഡ് ബൈക്കും സ്പീഡ് റൈഡൊക്കെ അവർ അതിക്കുള്ളതാണ്. ഇവിടെ മണ്ണിക്കോട് എന്ന സ്പീഡ് ബൈക്ക് അതങ്ങ് പോയി. അവരാണ് ഈ അഡ്വഞ്ചർ പരിപാടി ടീം. അങ്ങോട്ട് വരുന്നു. നേരത്തെ കാണിച്ച ആ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഇതാണ്. ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം ബലി മണ്ഡപം കണ്ട 75 രൂപയാണ് ആ ബോർഡ് അവിടെ കാണാം. 75 രൂപ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ബലി തർപ്പണം നടത്താം. അസ്ഥിനി മഞ്ജനകം. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ വർക്കല ഹെലിപ്പാഡിലാണ്. ഇവിടുത്തെ ചെറിയ കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്തത്. നല്ല തിരക്കുണ്ട്. പിന്നെ ബീച്ചെത്തി കോവമാണ് ലൈഫ് ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 മണിയാകുമ്പോൾ ബീച്ച് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഉടൻ കാണാം.